അതായത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒപ്പം തന്നെ യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്ത്, അങ്ങനെ രണ്ട് കേസുകളാണല്ലോ അവിടെ നിൽക്കുന്നത്. അതിലിപ്പോൾ ദൃശ്യം കാണുന്ന സമയത്ത് പോലീസ് ഒരു ഭാഗത്തേക്ക് മാറുന്നുണ്ട്, മറുവശത്ത് യു ഡി എഫ് പ്രവർത്തകർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മുകൾ തട്ടിൽ നിന്നാണോ ഇത് വന്ന് വീണിരിക്കുന്നത്, അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എറിഞ്ഞിട്ട് വന്ന് വീണു? പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എറിഞ്ഞിട്ട് വീഴുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ഗ്രനേഡിന് തൊട്ട് പുറകെ ആ ഗ്രനേഡ് പൊട്ടി പുക വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ഫോടക വസ്തു വരുന്നത്. ആ സ്ഫോടക വസ്തു പോലീസിൻ്റെ ഭാഗത്ത് വരുന്നു, അവിടെ നിലം പതിക്കുന്നു, സ്ഫോടനം ഉണ്ടാവുന്നു. അതുമാത്രവുമല്ല, അതിൽ വേറെ ഗൗരവകാര്യം നോക്കേണ്ടത്, തൊട്ട് മുമ്പ് ആ ഭാഗത്തേക്ക് ഒരു 500 മീറ്റർ പ്രകടനം പോകാൻ വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് DYSP സുനിൽ മുമ്പിൽ ഞാനും ഷാഫി പറമ്പിലും വെച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, അവിടെ 50 CPM-കാർ ആയുധമായി നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് പോയ കലാവുണ്ടെന്നാണ്. CPM DYSP ചൂണ്ടിക്കാണിച്ച CPM-കാരുടെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നുമാണ് സ്ഫോടക വസ്തു എറിഞ്ഞതും വീണതും പൊട്ടിയതും. ഇതിലിപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ടിയർ ഗ്യാസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതും വെച്ച് നടക്കുന്ന ഒരു ദൃശ്യം അതിലുണ്ട്. ആ ഉദ്യോഗസ്ഥൻ എന്തറിയോ, പോലീസിൻ്റെ FIR പറയുന്നുണ്ട്, DYSP ഹരിപ്രസാദിൻ്റെ ഒപ്പം നിന്നിരുന്ന പോലീസുകാരൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് എറിഞ്ഞു പൊട്ടിയെന്നാണ്. അത് തെറ്റാ. ഗ്രനേഡ് കൈവശം വെച്ച് DYSP-ആണ്. അത് ദൃശ്യം പുറത്തുവിട്ടെ. ഒരു കയ്യിൽ ഗ്രനേഡും ഹരിപ്രസാദാണ്. ഹരിപ്രസാദ് DYSP-യുടെ കയ്യിൽ ഗ്രനേഡും ഉണ്ട്, ഒരു കയ്യിൽ ലാത്തിയുമുണ്ട്. ഗ്രനേഡ് എറിഞ്ഞ് ഹരിപ്രസാദാണ്. അത് അവരുടെ വാദം എന്ന് പറയുന്നത്, നിങ്ങൾ എറിഞ്ഞ് അവിടെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഭയം കൊണ്ട് വീണുപോയി എന്നുള്ളൊരു വാദം നേരത്തെ അവർ. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ദൃശ്യം കണ്ടല്ലോ, ഹരിപ്രസാദിന്റെ കയ്യിൽ ഗ്രനേഡും ഒരു കയ്യിൽ ലാത്തിയും ദൃശ്യം പുറത്തു വിട്ടത്. ഇതിലപ്പുറം എന്താ ഇനി വേണ്ടത്? ഇതെല്ലാം ഉണ്ടായിട്ടും ഇരകളെ വേട്ടയാടുകയാണ്. എല്ലാം ഉണ്ടായിട്ടും ഇരകളെ വിട്ടുകൊടുക്കുക. കള്ളക്കേസെടുത്ത് ഞങ്ങൾ 5 പ്രവർത്തകരെയാണ് ജയിലിൽ കിടക്കുന്നത്. ഇപ്പോഴും 1 തൊട്ട് 9 വരെ പ്രതികൾ ആരെന്ന് പറഞ്ഞിട്ടില്ല. ആരെയും പിടിക്കാം, എന്തു സംഭവിക്കാം. ഞങ്ങൾ ഇതിനൊക്കെ പ്രതിരോധിക്കും. ഇതിലിപ്പം ടിയർ ഗ്യാസ് ആണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഫോടക വസ്തു ആണോ എന്നൊക്കെയുള്ള പരിശോധന കഴിഞ്ഞ ദിവസം നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പിക്കുന്നത് വേറെ ഒന്നും സ്ഫോടക വസ്തു ആണെന്ന് നിങ്ങൾ കരുതുന്നില്ലല്ലോ അല്ലേ? പോലീസിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ടിയർ ഗ്യാസോ അല്ലെങ്കിൽ ഗ്രനേഡോ മാത്രമായിരിക്കും സ്ഫോടനം ഉണ്ടായത്. എപ്പോഴാണ് പരിശോധന നടന്നത്? 10-ാം തീയതി വെള്ളിയാഴ്ച ഈ സംഭവം നടക്കുന്നു. ശനി, ഞായർ, തിങ്കൾ ഒരുപാട് മഴകൾ പെയ്തു പോയി, ആയിരങ്ങളുടെ യാത്രയായി പോയി. അതിനുശേഷമാണോ പരിശോധന? അങ്ങനെ സെൻസിറ്റീവ് ആണെങ്കിൽ അപ്പം ബ്ലോക്ക് ചെയ്തിട്ട് വേണ്ട ഫോറൻസിക് വരാൻ. ആ പരിശോധന തന്നെ പോലീസിൻ്റെ നിർമ്മിതമായ, അതായത് മുഖം നഷ്ടപ്പെട്ട പോലീസിൻ്റെയും CPM-ൻ്റെയും മുഖം മിനുക്കാനുള്ള നടപടിയാണ്. പുറത്തുനിന്ന് എത്തിച്ച സ്ഫോടക വസ്തു അല്ല, എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ.